കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുരചക്രവർത്തിയായ മഹാബലി ഓണത്തിന് നാട് കാണാൻ വരുമെന്നാണ് സങ്കല്പം. ഓണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. നമ്മളുടെ ഭാവനയിൽ തോന്നിയ ഒരു കഥ നമ്മൾ ഹാസ്യരൂപേണ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് വെറും ഭാവന മാത്രമാണ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചവരുമായോ ഒരു പുലബന്ധവുമില്ല. അങ്ങനെ തോന്നിയാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമാണ്. പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കരുതേ എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. മഹാബലി തമ്പുരാൻ പള്ളിയുറക്കം കഴിഞ്ഞ് എണീക്കാറായി. പള്ളിക്കഞ്ഞി റെഡിയായോ എന്തോ. ഡോ പള്ളിഷഫേ, മുനിയാണ്ടി, താൻ എവിടെ പോയി കിടക്കുവാടു? ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. എന്നാച്ചു മഹാമാക്രി? മാക്രി തൻ്റെ എടോ, മാക്രിയല്ല മന്ത്രി. താൻ ഇതുവരെ മലയാളം പഠിച്ചില്ലേ? ഓ മன்னிச்சிடுங்க, എതുക്ക് വിളിച്ച്? എനിക്ക് കിച്ചണില് നിറയെ വേല ഇരിക്ക്. താൻ എവിടെ ആയിരുന്നടോ? എടോ, മഹാബലി തമ്പുരാൻ ഇപ്പം പള്ളിയുറക്കം കഴിഞ്ഞ് എണീക്കും. അങ്ങേർക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാനാ അങ്ങ് വടക്ക് ചായ അടിച്ചുകൊണ്ടിരുന്ന തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എന്നിട്ട് താൻ പള്ളിക്കഞ്ഞി ഉണ്ടാക്കിയോ? അയ്യോ, ഇന്ന് കഞ്ഞി അല്ലേ. പിന്നെ ഇന്ന് പള്ളിക്കഞ്ഞി കിടയാത്. അതുക്ക് പകരം പള്ളി അൽഫാമാണ്. എന്ത് അൽഫാമാ? ആമങ്ക, തമ്പുരാൻ പള്ളി ഉറങ്ങും പോകുന്നതിന് മുന്നാടി മെനു തന്നിട്ടാ പോയെ. ആഹാ, ഭലേ ബേഷ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിക്കും. തമ്പുരാനിക്ക് മാത്രമേ അൽഫാം ഉള്ളൂ, ബാക്കി എല്ലാവർക്കും പള്ളിക്കഞ്ഞി തന്നെ. ദിസ് ഈസ് റാങ്. ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആ മൂഡ് അങ്ങോട്ട് പോയി. ഡേ, ഒരു വിങ്സെങ്കിലും കിട്ടുമോ? ഇല്ല, എന്നോട് വിങ്സിന്റെ ഇടയിൽ വെച്ച് ചതച്ചെടുത്ത ചമ്മന്തിർക്ക് കഞ്ഞിക്ക് കൂടെ പോതുമാ? പിന്നെ പോതും. അപ്പോ ഞാൻ പോയി കോഴിയെ സുടട്ടെ. കോഴിയെ ചുടാൻ ഇവനാര്? ചാത്തനാ? ചെല്ല്. മഹാബലി തമ്പുരാൻ പള്ളിയോർക്കം കഴിഞ്ഞോ? ഒന്ന് വിളിച്ചു നോക്കാം. മഹാബലി തമ്പുരാനെ, പള്ളിയോർക്കം കഴിഞ്ഞോ? എണീക്കാറായോ? കഴിഞ്ഞു. എന്നാ ഞാൻ എൻ്റെ അനൗൺസ്മെൻ്റ് അങ്ങോട്ട് തുടങ്ങാം. രാജാതിരാജൻ രാജകുലോത്തുങ്കൻ പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നേ. हुकुम, टाइगर का हुकुम. നമ്മെ പുകഴ്ത്തിയത് മതി മഹാമന്ത്രി. ചുമ്മാ ഇരിക്കട്ടെ രാജൻ, ഒരു വഴിക്ക് പോണതല്ലേ. ആഹാ, മന്ത്രി എങ്ങോട്ട് പോകുന്നു? ഈ വർഷം ഇനി ലീവ് ഒന്നും ബാക്കിയില്ല കേട്ടാ. സിക്ക് ലീവ് എടുക്കാലോ? ഓഹോ, പോളിസിയൊക്കെ മാറ്റി മന്ത്രി. സിക്ക് ലീവ് എടുക്കാൻ കൊട്ടാരമൈതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് പറഞ്ഞപ്പോഴോർത്തെ, ആ കൊശവൻ എവിടെ? നമുക്കൊരു നടുവേദന. അപ്പൊ അതറിഞ്ഞില്ലേ? എന്ത്? അങ്ങേര് ഹണി ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. ഹണി ട്രാപ്പിലോ? നമ്മുടെ വൈദ്യനോ? ലജ്ജാവഹം. അങ്ങേര് അത്രക്കാരനായിരുന്നു. അങ്ങേര് കാട്ടിൽ തേനെടുക്കാൻ പോയതാ. തേനീച്ചകളെല്ലാം കൂടെ ചേർന്ന് അറഞ്ഞം പുറഞ്ഞങ്ങ് കുത്തി. ഇപ്പൊ കൊള്ളാവുന്ന ഒരു വൈദ്യന്റെ ട്രീറ്റ്മെന്റിൽ ട്രാപ്പായി കിടക്കുക. ഓ, ആ ട്രാപ്പായിരുന്നു. ഞാൻ വെറുതെ മോഹിച്ചു. അല്ല രാജൻ, എന്തു പറ്റിയൊരു നടുവേദന? ഓ, അതോ,
നോം ഇന്നലെ റാണിയുമായി അന്തപുരത്തിൽ വെച്ച് അന്തപുരത്തിൽ വെച്ച് ഒരു റീൽസ് ചെയ്യുമായിരുന്നെന്ന്. റീൽസോ? അതിരിക്കട്ടെ, ഏത് റീൽസ്? കാവാലയ്യ. അത് ശരി, കാലും വയ്യേ? കാലുവയ്യ അല്ല, കാവാലയ്യ. నువ్వు కావాలయ్యా నువ్వు కావాలయ్యా రా 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 నువ్వు కావాలయ్యా నువ్వు కావాలయ్యా రా 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 ആ അതൊക്കെ പോട്ടെ, നമ്മുടെ പ്രജകൾക്കെല്ലാം സുഖമല്ലേ മന്ത്രി? ഓ, സുഖം തന്നെ തമ്പുരാൻ. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, കുറച്ച് പേര് മുഖം കാണിക്കാൻ വന്ന് നിൽക്കുന്നുണ്ട്. ഓ, എന്നാ താൻ ഓരോരുത്തരായിട്ടങ്ങ് കയറ്റി വിട്, ഞാൻ ഫേഷ്യൽ ചെയ്ത് പുട്ടിയടിച്ചങ്ങ് വിട്ടേക്കാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിരാം, യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥപുരുടാം. വന്ദനം മഹാചാരൻ, സോറി രാജൻ. ആഹാ, വന്നോ മൈനർ മഹാദേവൻ. പിന്നെ എന്തൊക്കെയുണ്ട് സേനാപതി വാർത്തകൾ? ഓ, അങ്ങനെയൊക്കെ പോണളിയ. ഏ സോറി, ഒരാൾ ഓലയുമായി പുറത്തു വന്നിട്ടുണ്ട്. അത് നന്നായി. കൊട്ടാരത്തിന്റെ കൂര ഒന്ന് മാറ്റി മെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. മുഴുവൻ അങ്ങ് ചോർന്നൊലിക്കുവാന്നേ. ആ ഓല അല്ല. പിന്നെ ഏത് ഓല? ഈ ഓല. നിർത്തണോ? ഒന്നാമത് നടുവെട്ടിരിക്കുക, അപ്പോഴാ അവന്റെ ഒരു ഉണക്ക ഓന. എന്താ അതിലെഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കൂ, നാം കേൾക്കട്ടെ. മഹാബലി തമ്പുരാൻ വായിച്ചറിയാൻ ദേവലോകം ഇന്റലിജൻസ് ബ്യൂറോ എഴുതുന്നത്, അങ്ങയുടെ ഭരണമികവിൽ ജനങ്ങളെല്ലാവരും ഫസ്റ്റ് അക്ഷരഭ്യാസമുള്ള ആരുമില്ല ഈ കൊട്ടാരത്തിൽ. എടോ മഹാമന്ത്രി, അതങ്ങ് വായിച്ചേ. ഇങ്ങാട് സ്കൂളിൽ പോവാത്തനൊക്കെ പിടിച്ച് സേനാനായകനാക്കിക്കോളും. അങ്ങയുടെ ഭരണമികവിൽ ജനങ്ങളെല്ലാവരും ഭ്രഷ്ടമോ? എന്തൊക്കെയാണോ ഈ വായിക്കുന്നത്? ഇങ്ങ് കാണിച്ചേ. ജനങ്ങളെല്ലാരും അഷ്ടപ്രജ്ഞരായിരിക്കുകയാണ്. ബാക്കി വായിക്ക്. അതെ, ജനങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണ്, അത് മതി. ആയതിനാൽ ദേവന്മാരെല്ലാവരും അങ്ങയുടെ കഴിവിൽ അസൂയാലുക്കളാണ്. എന്തു വില കൊടുത്തും അങ്ങയെ തോൽപ്പിക്കാൻ അവർ കച്ചേരി നടത്തുകയാണ്. കച്ചേരി നടത്താൻ? ഓ സോറി, അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മഹാബലി തമ്പുരാൻ കരുതിയിരിക്കണം, അവർ ഏതു വേഷത്തിലും വരാം എന്ന് ദേവലോകം ഇന്റലിജൻസ് ബ്യൂറോ ഒപ്പ്. പ്രശ്നമാണല്ലോ തമ്പുരാനെ, ഇനി എന്ത് ചെയ്യും? ഓഹോ, ഇന്ദ്രനും ചന്ദ്രനും വന്നിട്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണോ ഒരു ഫാൻസി ഡ്രസ്? പിന്നെ അല്ല, അങ്ങനെ ഒരുത്തൻ ഫാൻസി ഡ്രസ്സുമായിട്ട് വന്ന രാജൻ കടക്ക പുറത്ത് എന്ന് പറയും. രായനോടാ കളി. മതി മതി മന്ത്രി, എന്നെ വല്ലാണ്ടങ്ങ് പൊക്കുന്നു. പൊക്കി അടിക്കും ഞാൻ. അധികമായാൽ ഞാൻ ചാട്ടവാറിനടിക്കും. മറക്കണ്ട, കള്ളവുമില്ല ചതിയുമില്ല എന്നാണ് കേട്ടോ. അതൊക്കെ പോട്ടെ. സേനാപതി, നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് കിട്ടിയായിരുന്നോ? ഞാനത് പറയാൻ മറന്നു. കൊട്ടാരൻ ഡ്രൈവർ വാസു നമ്മുടെ വണ്ടി സർവീസിന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ രാജമുദ്ര പതിപ്പിച്ചത് ആൾട്രേഷൻ ആണെന്നും പറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചോണ്ട് പോയി. എന്ത്? അസംഭവ്യം! അതേ രാജൻ, എന്റെ വായിലും അത് തന്നെയാ വന്നത്. എന്ത്? അസഭ്യം. ഓ, അസഭ്യമല്ല, അസംഭവ്യം. അവർക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? മഹാമന്ത്രി, വൈദ്യുതി വകുപ്പിനെ വിളിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ ഫ്യൂസ് അങ്ങ് ഊരിക്കാൻ പറ. എന്നോടാ കളി. ആഹാ. പിന്നെ അല്ല, ഏറ്റു മഹാരാജൻ. ആരെവിടെ? എടോ പള്ളി ഷെഫ് മുനിയാണ്ടി, നമുക്ക് വിശക്കുന്നു. അതേ രാജൻ, നമുക്ക് വിശക്കുന്നു. മുനിയാണ്ടി, എനിക്ക് വിശക്കുന്നു. ഇവിടെ ഞാൻ ഹോട്ടലൊന്നും നടത്തുന്നില്ല. സേനാപതിക്ക് കുറച്ച് കുന്തളിപ്പ് കൂടുന്നുണ്ട് കേട്ടോ. അതുപോട്ടെ, മുനിയാണ്ടി ഇന്നലെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അതെ. എങ്ങനെ ഉണ്ട്? ഓ, എന്തോ പറയാനാ, ഇപ്പം ഞാൻ മൊന്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മുനിയാണ്ടി, എൻ്റെ പള്ളി അൽഫാം തയ്യാറായോ? കോഴിയെ കോലിക്കുത്തി വെച്ചിരിക്കും രാജൻ. എന്തിനാ?
പാടത്ത് കാക്കി ഓടിക്കാൻ വെക്കാനാ? അല്ല യശമ്മ, ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനലിൽ പാത്ത ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നു. ആഹാ, ഭരേ ഭേഷ്. ഫിറോസൊക്കെയാണോ? എന്നാൽ അതൊരു വ്യത്യസ്തമായ രുചിയായിരിക്കും അല്ലേ രതീഷേ? സോറി സേനാപതി. എന്തായാലെന്താ, നമുക്ക് കഞ്ഞി മാത്രമേ ഉള്ളൂ. ആ ആ പെട്ടെന്നാവട്ടെ മുനിയാണ്ടി, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. രാജന്റെ കണ്ണിനെന്തു പറ്റി? രായന്റെ കണ്ണി കുരു. ഇവനെ ഞാൻ തുറങ്കിലിരിക്കും കേട്ടോ. വേണ്ട രാജൻ, തുറങ്ക് വേണ്ട. അതെന്താ? തുരങ്കനിച്ച് പേടിയാ. അയ്യോ, വലിയ സേനാപതിയ പറയുന്നത് കണ്ടോ? തുരങ്കനിച്ച് പേടിയാന്ന് പോലും. ചുമ്മാ തല്ലടോ താനിപ്പോഴും മേജറാകാതെ. മൈ മൈ അരുത് രാജൻ, അരുത്. ആ മൈനർ മഹാദേവനായിട്ടിരിക്കുന്നത്. അഹം വിഷ്ണോരവതാരം ആളിക്കത്തും സംഹാരം കൽക്കി. ആഹാ, സേനാപതി ദേ നോക്കിയേ, മന്ത്രിയുടെ കൂടെ ആരായി വരുന്നതെന്ന്. എവിടെയായിരുന്നു ഇത്രയും കാലം? നമ്മയൊക്കെ അങ്ങ് മറന്നുവല്ലേ? ആഹാ, രാജൻ ഇയാളെ അറിയാമോ? ആരായവൻ? എന്തിനെവിടെ വന്നു? മഹാരാജൻ, ഇദ്ദേഹം അങ്ങയെ മുഖം കാണിച്ചിട്ടേ പോകുമെന്നും പറഞ്ഞ് പുറത്തു നിൽക്കുകയായിരുന്നു. എന്തോ ആവശ്യം അങ്ങയെ ഉണർത്തിക്കാനുണ്ടത്രേ. അതിനെന്താ, ഇഷ്ടം പോലെ ഉണർത്തിക്കോളൂ. മഹാരാജൻ, എൻ്റെ പേര് VA മന്നൻ. രാജൻ, ഇങ്ങനെ കണ്ടിട്ട് ആ ഇന്റലിജൻസുകാർ പറഞ്ഞ ഫാൻസി ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഒരു കള്ള ലക്ഷണം, സൂക്ഷിക്കണം. ഓഹോ, ഏയ് ഒരിക്കലുമല്ല. ആ മുഖത്തേക്ക് നോക്കൂ, എന്തൊരു ചൈതന്യം, എന്തൊരു തേജസ്, എന്തൊരു മ്ലേച്ഛത. എനിക്കെന്തോ ഡാർക്ക് അടിക്കുന്നുണ്ട്. അത് നീ കാലത്ത് ഡാർക്രം പഠിച്ചേൻ്റെ ആവും. പറയും മിസ്റ്റർ മന്നൻ, എന്താണ് വേണ്ടത്? അതെ, എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പറഞ്ഞോളൂ, ഈ മഹാബലി തമ്പുരാൻ അത് നടത്തി തന്നിരിക്കും. പിങ്കി പ്രോമിസ്. അയ്യോ രാജൻ, വേണ്ട കേട്ടോ. ഈ പിങ്കി പ്രോമിസ് ഇട്ടാ പിന്നെ അത് മാറ്റാൻ പറ്റൂല. ആവശ്യം എന്താന്ന് അറിഞ്ഞിട്ട് പിങ്കി പ്രോമിസ് ഇട്ടാൽ മതി. ശരിയാ തമ്പുരാനെ, ഇയാളെ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ട്. അതുകൊണ്ട് ആവശ്യം അറിഞ്ഞിട്ട് പിങ്കി പ്രോമിസ് ഇട്ടാ മതി. ഇതെന്റെ വാക്കാണ്. എന്റെ വാക്ക് ആലില പോലെ ഉറപ്പുള്ളതാണ് മഹാമന്ത്രി. രാജൻ, പിങ്കി പ്രോമിസ് മന്നൻ. കൈ പിഴഞ്ഞു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നോ 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 നെവർ. കള്ളവുമില്ല ചതിയുമില്ല. പറയൂ, എന്താണ് താങ്കളുടെ ആവശ്യം? എന്തായാലും പറഞ്ഞോളൂ, മടിക്കണ്ട. രാജൻ, എനിക്ക് 3 അടി വേണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇതിനാണോ മന്നൻ ഇത്രയും അമാന്തിച്ചത്? കഷ്ടം തന്നെ. ഇങ്ങ് വരൂ. Glad to meet you. താങ്ക് യു. ആരത്? ആളിയനാ? എപ്പത്തി? പെങ്ങളും പിള്ളേരും ഒക്കെ എവിടെ? അടുക്കളയിലുണ്ട്, കഞ്ഞി കുടിക്കുന്നു. എന്റെ കുസുമം. വൃത്തികെട്ടവൻ, ശവം. ആരെവിടെ? ഇവനെ പിടിച്ചങ്ങ് മാറ്റി നിർത്തിക്കേ. രാജൻ, ഇതല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പിന്നെ 3 കടിയും കൂടി വേണമോ? അതല്ലെന്ന്, എനിക്ക് 3 മണ്ണ് വേണം, അതാണ്. മണ്ണ്? ഓ ഐ സി. സേനാപതി, നമ്മുടെ മണൽ പെർമിറ്റ് പുതുക്കിയായിരുന്നോ? ഇല്ല, ഇപ്പൊ സീനാണ്. പെർമിറ്റ് ഒന്നും കിട്ടില്ല. ഐ സി. വെൽ സോറി മിസ്റ്റർ മന്നൻ, മണ്ണിന് പെർമിറ്റ് ഇല്ല. പകരം എംസാൻഡ് മതിയാവൂ. നല്ലതാ. ഈ കൊട്ടാരം മുഴുവൻ പണിഞ്ഞേക്കുന്ന അതില നല്ല സ്ട്രോങ്. ഒരു 3 കൊട്ട അങ്ങ് എടുക്കട്ടെ. അതല്ല രാജൻ, എനിക്ക് ശൗചാലയം പണിയാൻ 3 സ്ഥലം വേണം. ഞാൻ എൻ്റെ കാലുകൊണ്ട് 3 ആളെടുത്തോളാം. ഓ, അതായിരുന്നു. അപ്പോ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ സാധിക്കുന്നു? അതിപ്പോ എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. ഹൗ ക്രൂവൽ. മന്നന് ശൗചാലയം പണിയാൻ നാം 3 അടി സ്ഥലം അനുവദിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ളിടത്ത് താങ്കളുടെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്നതാണ്. ഇതെന്റെ വാക്കാണ്. താങ്ക് യു രാജൻ, താങ്ക്സ് ഉണ്ട് കേട്ടാ. പാവം, ധൃതങ്ക പുളകിതനായെന്ന് തോന്നുന്നു.
എവിടെയാണ് താങ്കൾക്ക് സ്ഥലം വേണ്ടതെന്ന് തീരുമാനിച്ചോ? ബീച്ച് സൈഡ് ആണേൽ ശൗചാലയത്തിന് നല്ലതാ, നല്ല കാറ്റൊക്കെ കിട്ടും. ഒരു മിനിറ്റേ. ഉയ്യോ, ഇത് വിയമന്നനല്ല, ഇത് വാമനനാണ്. രാജൻ, ഇവൻ അങ്ങയെ തീർക്കാൻ ദേവന്മാരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തവനാ വാമനൻ. ഇവനെ നമ്പല്ലേ നമ്പല്ലേ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യും തേങ്ങാപതി, സോറി സേനാപതി? അനുഭവിച്ചോ? പിങ്കി പ്രോമിസ് ഒക്കെ ഇട്ടതല്ലേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. നീ ചൊറിഞ്ഞോ? പക്ഷെ ഞാൻ തരുത്. രാജൻ, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും ഒരു 3 അടി മണ്ണിന്റെ കാര്യമല്ലേ ഉള്ളൂ. അവൻ എന്താ വേണിച്ചങ്ങ് ചെയ്യട്ടെ. അതെ, അത് തന്നെ. നമ്മുടെ രാജ്യത്ത് എത്ര 1000 അടി സ്ഥലമുണ്ട്, അതിൽ വെറും 3 അടിയല്ലേ. അവൻ അതങ്ങ് കൊണ്ടുപോട്ടെ. അതേ, നിങ്ങൾ ചർച്ചയൊക്കെ കഴിഞ്ഞെങ്കിലേ ഞാൻ എൻ്റെ അളക്കൽ പരിപാടികളിലേക്ക് അങ്ങോട്ട് കിടക്കാമായിരുന്നു. എന്തേ? അയ്യാ, കിടന്നാട്ടെ. 3 അടിയിൽ കൂടുതൽ 1 ഇഞ്ച് നാം തരില്ല. രാജൻ, അവൻ കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ടല്ലോ. ഫേസ്ബുക്ക് ലൈവ് പോവാൻ തോന്നുന്നു. ലൈവ് ഇട്ട് രാജന്റെ പേര് ദേവലോകത്ത് നാറ്റിക്കാനുള്ള പ്ലാൻ ആവും. എന്തിന്? ഓൾറെഡി നാറിയിരിക്കുകയല്ലേ, ഇനി എന്തോന്ന് നാറാൻ. മഹാരാജൻ, ഇതാണ് ഗൂഗിൾ മാപ്പ്. ആഹാ, ഇത് കൊള്ളാലോ. ഇതിൽ ദേവലോകമൊക്കെ കാണാൻ പറ്റുമോ? പിന്നെ കാണാൻ പറ്റുമെന്നോ? ഇതിൽ എല്ലാ ലോകവും കാണാം. ഓഹോ, ദേവേന്ദ്രന്റെ കൊട്ടാരം കാണാൻ പറ്റുമോ? ദാ ഇങ്ങനെ അങ്ങ് സൂം ചെയ്താലുണ്ടല്ലോ, ദേവേന്ദ്രനല്ല അങ്ങടെ അച്ഛൻ മുത്തുപുട്ടര കൊട്ടാരം വരെ കാണാം. ആഹാ, അടിപൊളി. ഇത് കൊള്ളാലോ. കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്തേ, നോവൊന്ന് കാണട്ടെ. കുറച്ചുകൂടി സൂം ചെയ്യൂ. ആ, പോരട്ടെ. അല്ല, രാജനിപ്പോൾ എന്താ കാണണ്ടേ? അല്ല, രംഭയുടെ പള്ളിയറയോ കുളിമുറയോ മറ്റോ കാണാൻ പറ്റുമോ എന്ന് നോക്കിയതാ. രാജൻ, ഇത് മാപ്പാണ്, അല്ലാതെ കുളിക്കടമല്ല. ആ, അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ട സ്ഥലം ദാ ഈ മാപ്പിൽ അങ്ങോട്ട് സെലക്ട് ചെയ്ത് എൻ്റെ കാലം കൊണ്ട് അളന്നെടുക്കും. ഓഹോ, കൊള്ളാമല്ലോ ഈ സാധനം. ഇത്ര സിമ്പിളാണോ? അല്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു? ദാ ആദ്യം ഞാൻ ദേവലോകം ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിൽ അങ്ങോട്ട് ചവിട്ടുന്നു. കണ്ടിട്ട് ചാണകം ചവിട്ടണ പോലെ ഉണ്ട്. ദേവലോകം ഇനി എൻ്റേതാണ് കേട്ടാ. തേഞ്ഞ്. ദാ ഇനി ഞാൻ ഭൂമി അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിലും അങ്ങോട്ട് ചവിട്ടുന്നു. അങ്ങനെ ദേവലോകവും ഭൂമിയും ഇപ്പം എൻ്റേതായിട്ടോ. ഐ, സ്ഥലമൊക്കെ തീർന്നല്ലോ രാജൻ. എൻ്റെ 3ാമത്തെ അടി മണ്ണെവിടെയെന്ന്? അതേ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം കേട്ടാ. ഉയ്യോ, ഇതേ നോക്കി, രാജൻ നല്ല കട്ട കലിപ്പില. ഇന്ന് ഇവിടെ ചോരപ്പുഴ ഒഴുകും. അയ്യോ, ഇത് ചീറ്റിംഗ് ആണ്. മാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തൊട്ട് ചീറ്റിംഗ്? മാപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നോ? അതില്ല. പിന്നെ എന്തൊട്ടാണ് കുഴപ്പം? എന്നാലും ഇത് ചീറ്റിംഗ് ആണ്. എന്ത്? ഒരു ചീറ്റിങ്ങും ഇല്ല കേട്ടാ. കിടന്നേ ഞാഞ്ഞാവിഞ്ഞാ പറയാതെ എൻ്റെ 3ാമത്തെ അടി മണ്ണ് തന്നെ. ഇവനെ അങ്ങ് പിടിച്ച് തുറങ്കിലടച്ചാലോ രാജൻ? എടേ, കാലേ വരെ ഞാൻ ഭിത്തിയെ കയറ്റി കേട്ടോ. തുറങ്കൊക്കെ പണ്ടേ അവന്റെ കയ്യിലായി. ഇനി 3ാമത്തെ അടി മണ്ണിന് ഞാനിനി എവിടെ പോവാൻ ഈശ്വര? മിസ്റ്റർ വ്യാമനൻ, യെസ്. കടം പറയാൻ പറ്റുമോ? കടോ? ഒരു വടം പറഞ്ഞാലോ? എന്തിനാ? രാജനെ കെട്ടിത്തൂങ്ങി ചാകാൻ. ഓ, വേണ്ട. മാപ്പ്. ഓഹോ, മാപ്പ് നോക്കി വേറെ സ്ഥലം വല്ലതുകൊണ്ടോ നോക്കാനാവും. ഇതാ പിടിച്ചോ മാപ്പ്. അതല്ല, ഐ ആം ദ സോറി. ആ മാപ്പാ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ തരാൻ ഇനി ഒന്നുമില്ല. ഞാൻ പിച്ചയാണ്. ഐ ആം ദ പിച്ച. ഐ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. മണ്ണെട് രാജൻ. ഈ മണ്ണിന് പകരം ഒരു ബണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഐ, ഒന്ന് പോയിക്കോടോ ശവിയെ. എനിക്ക് വേറൊരു വൃത്തികെട്ട മുഖം കൂടിയുണ്ട്. ഒരാൾക്ക് 2 വൃത്തികെട്ട മുഖമോ? യശമാ, അൽഫാം റെഡി ആയാച്ച്? നന്നായി മുനിയാണ്ടി, നന്നായി. കോഴിയെ കുത്തി നിർത്തിയ ആ കമ്പി ഫ്രീ ആയോ? ആയാച്ച്. എങ്കിൽ ആ കമ്പി കൊണ്ട് നിന്റെ മൂട്ടി കുത്തി കയറ്റ്. ഞാൻ ആകെ ഇവിടെ കറങ്ങി നിൽക്കുക. എന്നാച്ച് യശമാ? എൻ മൂഞ്ചി ഒരുമാതിരി ഇരിക്ക്. എന്താ പറഞ്ഞേ?
അല്ലേ മൂഞ്ചി? ആ അത് തന്നെ മുനിയാണ്ടി, അത് തന്നെ. രാജൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? ആവും ആവും. നീ വിളിച്ചോണ്ട് വന്ന ആ കാമർക്ക് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കൊട്ടാരം, എന്റെ പ്രജകൾ, എന്റെ അൽഫാം. ഇത്രയൊക്കെ സംഭവിച്ച് എനിക്ക് ഇമോഷണൽ ആവാനുള്ള അവകാശമില്ല അല്ലേടാ? എനിക്ക് ഒന്നുമേ പുരിയില്ലേ. ഉങ്ങൾക്കുള്ള എന്നെ തകരാറ്? അകത്ത് കയറി പോടോ. അവന്റെ അമ്മയുടെ ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്. എടോ പേട്ടത്തലെ മന്ത്രി, തന്റെ കുബുത്തിയിൽ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് രാജൻ. ആ പറ പറ, കേക്കട്ടെ കേക്കട്ടെ. മിസ്റ്റർ വാമനൻ, നമുക്കൊരു മത്സരം ആയാലോ? മത്സരത്തിൽ താങ്കൾ ജയിച്ചാൽ രാജൻ എങ്ങനെയെങ്കിലും താങ്കൾക്ക് ആ 3ാമത്തെ അടി സ്ഥലം തരും. ഇനി അതല്ല, മഹാരാജനാണ് ജയിക്കുന്നതെങ്കിൽ ദേവലോകവും ഭൂമിയും ഒക്കെ തിരിച്ചു വെച്ച് താങ്കൾ ഇവിടുന്ന് വന്ന പോലെ പൊയ്ക്കോണം. തയ്യാറാണോ? അത് പൊളിച്ചു. സൂപ്പർ ഐഡിയ മഹാമന്ത്രി. ഞാൻ തയ്യാറാണ് കേട്ടോ. ആട്ടെ, എന്തുട്ടാണ് മത്സരം? മത്സരം അത് നിങ്ങൾക്ക് തീരുമാനിക്കുക. കാരണം ഞങ്ങളുടെ മഹാബലി തമ്പുരാൻ എല്ലാ മത്സരങ്ങളിലും അഗ്രഗണ്യനാ. മഹാമന്ത്രി ചവിട്ടിക്കൂട്ടി ഞാൻ. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു റൗണ്ട് ചതുരംഗം അങ്ങായാലോ? ആയിക്കോട്ടെ, തയ്യാർ. എടോ അതൊന്നും നടക്കില്ല. ചതുരംഗം എന്ന് പറഞ്ഞ ചെസ് അല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചതുരംഗമോ ബാലിശമായിരിക്കുന്നു. ഇതൊക്കെ കൊച്ചു കുട്ടികൾ കളിക്കുന്ന കളിയില്ലേ? നമ്മൾ ആണുങ്ങൾക്ക് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു മത്സരം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് മനസ്സിലായി, വാൾപ്പയറ്റ്. ഏയ് അല്ല, ദ്വന്ദ്വയുദ്ധം. നെവർ. പിന്നെ എന്തൊട്ടാണ്? സാറ്റ് കളി. റെഡിയാണോ? സാറ്റ് കളിയാ? അതെ, ഒളിച്ചു കളി. പേടിയാണേ വേണ്ട. ശരി, ഞാൻ റെഡിയാണ് കേട്ടാ. അത് വേണോ അളിയാ? അല്ല സോറി രാജൻ. മന്ത്രി, സാറ്റ് കളിയിൽ എന്നെ തോപ്പിക്കാൻ അവന് സാധിക്കില്ലെന്നേ. ശരി, എന്നാലേ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഞാൻ എണ്ണാം. രാജനെ ഒളിക്കൂട്ടാ. ആഹാ, അമ്പട ജിഞ്ചിൻ ചാക്കടി. അത് വേണ്ട, ആ വേലങ്ങ് കയ്യിലിരിക്കട്ടെ. എന്നെ നീ ഒരു തവണ പറ്റിച്ചതാ, അതുകൊണ്ട് ഞാൻ ഒളിക്കും. നീ എണ്ണ്. ഏയ്, അതിനല്ലേ ഞാനും പറഞ്ഞേ. അപ്പം ശരി, തുടങ്ങാട്ടാ. 1 2 3 ആമന ഒളി കണ്ണിട്ട് വല്ലതും നോക്കിയാ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. 7 8 9 10. ഒളിച്ചാലും ഇല്ലേലും ഞാനങ്ങോട്ട് വരുവാണ് കേട്ടാ. നോക്ക് നോക്ക്, എല്ലായിടത്തും നോക്ക്. രാജനെ കണ്ടുപിടിക്കാൻ കുറച്ച് പുളിക്കും. അല്ലെങ്കിലും മുങ്ങാൻ നമ്മുടെ രാജനെ കഴിഞ്ഞേ ഉള്ളൂ. ഐ, ഈ ഗഡിയെ കാണുന്നില്ലല്ലോ. പണിയായോ? ഐഡിയ. രാജാതിരാജൻ രാജകുലോത്തുങ്കൻ പത്മശ്രീ ഭരത് ലക്ഷ്മൺ കേണൽ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ. സാറ്റ് 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 സാറ്റ്. അയ്യോ, this is cheating. This is cheating. ഛേ, എന്ത് പണിയാ ചെയ്തേ രാജൻ? ഇതിലും തോറ്റില്ലേ? ഇനിയിപ്പോ എന്തോ ചെയ്യും? പറ്റിപ്പോയി മന്ത്രി, സോറി. അനൗൺസ്മെന്റ് കേട്ടാൽ ഏതുറക്കത്തിലും ഞാനിങ് എണീറ്റ് വരും. എന്തോ ചെയ്യാനാ? അതെ രാജൻ, വലിയ കാര്യത്തിൽ പിങ്കി പ്രോമിസ് ഒക്കെ ഇട്ടതാ. എന്നിട്ട് എൻ്റെ 3ാമത്തെ അടി മണ്ണ് എവിടെയാ? ഓ, കുറച്ച് മണ്ണ് മാറി അവന്റെ അണ്ണാക്കിലേക്ക് ഇട്. ശല്യം. ഇനി ആ വാമനൻ എന്തോ എടുത്തിട്ട് കൊടുക്കും. മിസ്റ്റർ വാമൻജി, രാജൻ താങ്കൾക്ക് 2 അടി മണ്ണ് തന്നില്ലേ? ഒരു ശൗചാലയം പണിയാൻ അതൊക്കെ പോരെ? വാമന് വയറ്റിളക്കൊന്നുമില്ലല്ലോ. ഐ, അതെങ്ങനെ ശരിയാവുമെന്ന്? 3 അടി തരാമെന്ന് രാജൻ പറഞ്ഞതല്ലേ? അതെ, പിങ്കി പ്രോമിസ് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ രായൻ്റെ ഒരു പിങ്കി പ്രോമിസ്. എനിക്ക് ചവിട്ടാൻ 3ാമത്തെ അടി മണ്ണ് കിട്ടിയേ പറ്റൂ. ഇനി ചവിട്ടാൻ എന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. അത് കാലക്കി രാജൻ. എന്ത് ഗുഡ് ഐഡിയ. വാമനന് ചവിട്ടാൻ വേണ്ടത് മണ്ണ്,
പിന്നെ ഈ തലയ്ക്കകത്തും മണ്ണ് തന്നെയാണല്ലോ. മഹാമന്ത്രി, പിന്നെ ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ശവത്തി കുത്തരുത് മഹാമന്ത്രി. ആയ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ചവിട്ടാൻ രാജൻ്റെ തലയാണെങ്കിലും മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പം തല ഫിക്സ്. പാവം, എത്ര നല്ല മനുഷ്യൻ. താങ്ക് യു വാമൻജി. സേനാപതി, യു ടു. ഇനി ഒന്നും നോക്കാനില്ല രാജൻ, തല ചവിട്ടാൻ കൊടുത്തോ. എടാ മന്ത്രി, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? തല വടിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന പോലാണല്ലോ തല ചവിട്ടാൻ കൊടുത്തു എന്ന് പറയുന്നത്. അയാൾ എന്നെ ചവിട്ടി താക്കില്ലേ? താക്കും. അപ്പോ എന്റെ പ്രജകൾ? അത് ഞങ്ങൾ ഇലക്ഷൻ നടത്തി പുതിയ രാജാവിനെ തിരഞ്ഞെടുത്തോളാം, പിന്നെ അങ്ങനെ നോക്കിക്കോളുമല്ലോ. എന്നാലും ഞാൻ നോക്കുന്ന പോലെ അല്ലല്ലോ. അതൊന്നും സാരമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. കള്ളവും ചതിയും ഒന്നും ഇല്ലാതെ നോക്കിക്കോണേ. പിന്നെ അത് പിന്നെ പറയാനുണ്ടോ? എന്നാലും വേറെ പ്രശ്നമുണ്ട്. ശേ, ഇനി എന്തോന്നാ? എന്റെ റാണിയുടെ കാര്യം. ആ, റാണിയുടെ കാര്യം അത് ഞാൻ ഏറ്റു. മഹാമന്ത്രി, അതല്ലെന്ന്. റാണിക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഞാനിവിടെ ഉണ്ടാകുമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. തന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. മുനിയാണ്ടി ഉണ്ടാക്കിയ അൽഫാം കഴിച്ചിട്ട് പോകാം. ഇനി പറ്റിയില്ലെങ്കിലോ? അത് ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചോളാം. രാജ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. വാമൻജിക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന്. പെട്ടെന്നാവട്ടെ. സാമദ്രോഹി, ചൂടാറും മുന്നേ അൽഫാം തിന്നാനല്ലേ? രാജനശമാ, ഇന്താങ്കെ പള്ളി അൽഫാം വയറ് നിറച്ച് സാപ്പിട്ടിട്ട് പോലാം. മുനിയാണ്ടി, നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. താനൊരു അൻപു ചെൽവൻ തന്നെ. നன்றி യശമാ. ചിക്കൻ മാത്രമേ ഉള്ളൂ, മയണൈസ് ഒന്നുമില്ലേ? മയനൈസ് ഇല്ല രാജൻ, കഞ്ഞിക്ക് വെച്ച സമ്മന്തി ഇருக்கு, എടുക്കട്ടുമാ? ഓ വേണ്ട, വിങ്സ് ചമ്മന്തിയല്ലേ, അത് നിന്റെ വിങ്സിൽ തന്നെ വെച്ചാൽ മതി. അതൊക്കെ പോട്ടെ. നാളെ മുതൽ ഇവിടെ അൽഫാം ഒന്നും വേണ്ട കേട്ടോ. ഇല്ല യശമ, രാജനില്ലാത്ത കൊട്ടാരത്തിൽ അൽഫാമാ ഒരിക്കലും ഇല്ല. ഈശ്വര, ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പാചകക്കാരനെ ആർക്കും കൊടുക്കരുതേ. അതല്ല യശമ്മ, இந்த വാമനൻ രാജനെ ചവിട്ടി താത്തുമ്പോ ഇങ്ങ ഒരു പെരിയ കുഴി വരുമല്ലോ. ആമാ, അതുക്ക്. അപ്പൊ നാളെ മുതൽ അന്ത കുഴി യൂസ് ചെയ്ത് ഇങ്ങ എല്ലാവർക്കും കുഴിമന്തി. മുനിയാണ്ടി, ചമ്മന്തി ഉണ്ടായിക്കൊണ്ടിരുന്ന നീ എന്നെ പറഞ്ഞുവിടാൻ കാത്തിരിക്കുമായിരുന്നല്ലേ കുഴിമന്തി ഉണ്ടാക്കാൻ. അവന്റെ കുഴിമന്തി. മിസ്റ്റർ വാമനൻ, താങ്കളുടെ മൂന്നാമത്തടി എൻ്റെ തലയിൽ തന്നെ ചവിട്ടിക്കോളൂ. ഞാൻ തയ്യാർ. പൊക്കി ചവിട്ട് വാമൻജി. ആഗ്രഹമുണ്ട്, പക്ഷേ വ്യവസ്ഥയില്ല. കണ്ണെത്തിത്തരത്തെ അങ്ങോട്ട് കാലെത്തുന്നില്ല. ഇത് ഇങ്ങേരെ കൊണ്ട് നടക്കും തോന്നില്ല. സേനാപതി, വാ, നമുക്ക് പോയി വാമന് ഒരു കൈസഹായം കൊടുക്കാം. ശരിയാ, ഇനി ചവിട്ടാൻ പറ്റാത്തോണ്ട് വാമനം പ്ലാൻ എങ്ങാനും മാറ്റിയാലോ? ആ, അതെ അതെ അതെ, വാ 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 വാ. ഒരു മിനിറ്റ്. എന്തുട്ടാ? കോപ്പ് ആ ഫ്ലോ അങ്ങ് കളഞ്ഞ്. പോകും മുന്നേ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓഹോ, എന്തുട്ടാ രാജന്റെ ആഗ്രഹം? വർഷത്തിൽ കുറച്ച് ദിവസമെങ്കിലും എനിക്ക് എൻ്റെ പ്രജകളെ കാണാനുള്ള അനുമതി വേണം. എത്ര ദിവസം? ഒരു 365 ദിവസം. രാജൻ, വേളി അങ്ങടെ കൈ വെച്ചാൽ മതി കേട്ടാ. എന്നാ വേണ്ട, ഒരു 100 ദിവസം ഓക്കെ അല്ലേ? നടക്കൂല. 50? നോ വേ. എടേ, ഒരു 10 ദിവസമെങ്കിലും താടേ. മനുഷ്യനായ ഇത്രയ്ക്ക് ആക്രമണം പാടില്ല കേട്ടോ. ശരി, സമ്മതിച്ചു. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ ചെയ്യുന്നതല്ലേ. വർഷത്തിൽ 10 ദിവസം 10 ദിവസം താങ്കളുടെ പ്രജകളെ കാണാൻ താങ്കൾക്ക് വരാം. യെസ്, താങ്ക് യു. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? തീർന്നു. എങ്കിൽ പിന്നെ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഒരു
മിനിറ്റ്. ഇനി എന്തുട്ടാ വേണ്ടേ? എന്തായാലും നാം വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ കാണാൻ വരുന്നതല്ലേ. അപ്പോ ജനങ്ങൾക്ക് അതൊരു ആഘോഷമായിരിക്കും. നമുക്കതിനൊരു നല്ലൊരു പേരിടണം. അത് ശരിയാണല്ലോ. പക്ഷേ എന്ത് പേരിടും? കിട്ടിപ്പോയി. എന്താ? മഹാബലി മെമ്മോറിയൽ ഡേ. എങ്ങനെയുണ്ട്? അത് ഞാൻ ചത്തട്ട് മാടി. അവൻ്റെ ഒരു മെമ്മോറിയൽ ഡേ. അതേ, പേരിട്ട് കളിക്കുന്നതൊക്കെ കൊള്ളാം, എനിക്കിഷ്ടമായി. പക്ഷേ ഉണ്ടെങ്കിലോ വർഷത്തിൽ 10 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് അങ്ങ് തിരിച്ചു പൊക്കോണം. മനസ്സിലായോ? ഓ പൊക്കോണമെന്ന്. ഓ പോണം. ഓ നം. ഓ നം. ഓണം. കൊള്ളാം, നല്ല അടിപൊളി പേര്. അത് മതി. അത് ശരിയാ. ഓണം, അത് കൊള്ളാം, അത് മതി. ഓണം. ഓക്കെ വാമനൻ, ഞാൻ റെഡി. രാജൻ, വി വിൽ മിസ് യു. എടോ മഹാമന്ത്രി, താനും സേനാപതിയും മുനിയാണ്ടിയുമൊക്കെ ഈ വാമനായി ചേർന്ന് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല. എന്നിട്ടും നോം നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളിയത് ഈ വാമന് കൊടുത്ത വാക്ക് കാരണമാണ്. കാരണം പറഞ്ഞ വാക്കിന് പ്രാണനേക്കാൾ വില കൽപ്പിക്കുന്നവനാണ് ഈ മഹാബലി. എനിക്കറിയാം, ഞാൻ പോയാൽ ഇവിടെ കള്ളവും ചതിയും എല്ലാം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. എന്നാലും ഞാൻ എല്ലാ വർഷവും എൻ്റെ പ്രജകളെ കാണാൻ വരും. അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ, അവരുമായി സന്തോഷം പങ്കിടാൻ. എൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വരും. അങ്ങനെ വരേണ്ടി വരരുത്, വരുത്തരുത്. അപ്പം ശരി, കാണാം അടുത്ത ഓണത്തിന്. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി തമ്പുരാൻ വരുന്നു എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നു. പിന്നെ തന്തയ്ക്ക് വിളിയുടെ കാര്യം അത് മറക്കണ്ട.